ഹലോ, നമുക്കൊരു റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ലുലുന്ന് പണ്ട് വാങ്ങിച്ചൊരു റോസ്മേരി പാക്കറ്റിലിരുന്നതാണ്. അത് കേടായെന്ന് തോന്നിയപ്പം ഞാൻ ഇന്ന് പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ കുറച്ച് കേടാകാതിരിപ്പോട്ട് കുറച്ച് കറുത്തു പോയി. ഇതേപോലെ വെള്ളത്തിലോട്ട് ഉതിർത്തിട്ട് ഇലകൾ മാത്രം ഉതിർത്തിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ ഫുള്ള് നല്ല ഇലകൾ മാത്രം ഞാൻ എടുത്തു. എന്നിട്ട് ഞാനൊരു 2 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് ഫുള്ളിട്ട് വെട്ടിത്തിളപ്പിച്ച് ബ്രൗൺ കളറിൽ ആ വെള്ളമാകുന്നവിടം വരെ അത് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ ഇലയുടെ പച്ചനിറം പോയി വെള്ളത്തിനൊരു ബ്രൗൺ കളർ ആകുന്നവിടം വരെ അടച്ചു വെച്ച് തുറന്നു വെച്ച് മാറി മാറി എന്ന് വെച്ചാൽ ഒരുപാട് മണം പുറത്തു വരും. അങ്ങനെ വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആറി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കാം. ഇത് ഞാൻ മുന്നമേ തിളപ്പിച്ചതിൻ്റെ കൊന്ത് അന്ന് നല്ല വേനലായിരുന്നു, ഉണക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും എനിക്ക് റോസ്മേരി കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തീർന്നു പോകുമ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോഴും ഇതിന് നല്ല മണമുണ്ട്, ഒരു വട്ടവും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നേരത്തെ ഉണങ്ങിയത് കാണിച്ചില്ലേ, അത് തിളപ്പിച്ചപ്പോൾ എടുത്തിട്ടുള്ള വെള്ളം റോസ്മേരി വാട്ടർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. അത് ഇതേപോലെ എന്താണ് ഈ യാഡ്ലിയുടെ പണ്ടത്തെ ഒരു സാനിറ്റൈസറിൻ്റെ ഒരു കുപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാനിത് കഴുകിയെടുത്ത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചാണ് യൂസ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഞ്ഞു കുട്ടികളുമുണ്ട്, എല്ലാവർക്കും. ഇത് നല്ല ബെനിഫിറ്റാണ്. കാരണം നമ്മുടെ സ്കാൽപ്പിന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ല ആരോഗ്യവും കരുത്തും നൽകുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് റോസ്മേരി വാട്ടർ ഒരു ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ 400 രൂപയൊക്കെ ആവുന്നുണ്ട്. ആഴ്ച 2 വട്ടം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഓവർ എക്സ്പെൻസീവാണ്. ഇങ്ങനെ ലീഫ് കിട്ടുമ്പോൾ നമ്മൾ തിളപ്പിച്ച് റോസ്മേരി വാട്ടർ ഉണ്ടാക്കി ഫ്രിഡ്ജ് കെപ്റ്റ് ചെയ്ത് ഇതേപോലെ ഒരു സ്പ്രേ കുപ്പിയിൽ ഒഴിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, ട്രൈ ചെയ്യുക. ബൈ ബൈ.